ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാൾ ഓഫ് ട്രാങ്കൂറിലാണ്. അവിടെ കിഡ്സിൻ്റെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈവനിങ് ആണ് പ്രോഗ്രാം വരുന്നത്. ഇത് രാവിലെ അതിൻ്റെ ഒരു റിഹേഴ്സലൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ആൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ആകെ ഒരു ചമ്മിയ രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഡെയിലി ഷോർട്സോ വീഡിയോസോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല. അപ്പം വീഡിയോ എടുക്കേണ്ട ആ ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ കുറവാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് അല്ലേ. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ അവർക്ക് വലുതാകുമ്പോൾ അവർക്ക് കാണുമ്പോൾ വലിയ ഹാപ്പി ആവും. കിഡ്സിൻ്റെ സൈഡിൽ നിന്ന് ബോയ്സിൽ ഇത്രയും കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജൂനിയർ സീനിയർ എന്ന് പറഞ്ഞ് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. മോൻ വരുന്നത് ജൂനിയർ കാറ്റഗറിയിലാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ ആദ്യം നന്ദി പറയുന്നത് പ്ലയാസ ടീമിനോടാണ്. മാൾ ഓഫ് ട്രാങ്കൂറിലെ പ്ലയാസ അവരാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഡ്രസ്സ് വരുന്നത് വൈറ്റ് കളറിലെ ഒരു കുർത്തയും മുണ്ടുമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാതിരിക്കുകയാണ്. മേക്കപ്പും കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം റെഡിയായി. കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. പ്രൊമോട്ട് ആ ഫിലിം. പിന്നെ നമ്മൾ വന്നപ്പം ഇവിടെ കുറേ കുഞ്ഞുമക്കൾ റാങ്ക് വർക്ക് ചെയ്യുന്നത് കണ്ടു. ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ ദം, എല്ലാവരുടെയും കാണാൻ പറ്റില്ല, പക്ഷേ സോ കോൺഫിഡൻറ്റ്. ഈ ഒരു ഏജിൽ തന്നെ ദേ ലൈക്ക് വെരി കോൺഫിഡൻറ്റ്. സോ അത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആ ഏജിൽ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു. ലൈക്ക് ഐ വാസ് ഇൻ ദിസ് കോൺഫിഡൻസ്. സോ എനിക്കത് കണ്ടപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടപ്പോൾ ഐ ഫെൽ ലൈക്ക് ഒരു അവരെ വിഷ് ചെയ്യണമെന്ന് തോന്നി. സോ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ഓഫ് ദെം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ല. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം. അങ്ങനെ ഇനാഗുറേഷനും മൂവിയുടെ ട്രെയിലറൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ചെക്കൻ്റെ ചാൻസ് എത്തിയിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ഇതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫാഷൻ ഷോ എന്ന് പറഞ്ഞ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമായിട്ട് പോലും അവൻ ഇത്രയും നന്നായിട്ട് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല കോൺഫിഡൻറ്റോടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ 2 സെക്ഷനായിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ ട്രഡീഷണൽ വെയറും സെക്കൻഡ് വെസ്റ്റേൺ വെയർ. അപ്പോൾ ട്രഡീഷണൽ വെയർ എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ വെസ്റ്റേൺ വെയർ വരുന്നത്. നല്ല മ്യൂസിക്കൊക്കെ ഇട്ടാണ് കേട്ടോ നടന്നിങ്ങനെ വരുന്നത്. അവർ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ മ്യൂസിക് കൊടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് പറ്റാത്തതൊക്കെ നമ്മുടെ മക്കൾ ചെയ്ത് കാണുമ്പോൾ എല്ലാ പാരൻസിനും അതൊരു വല്ലാത്ത ഫീൽ തന്നെ ആയിരിക്കും അല്ലേ. ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു. അവന് ഇങ്ങനെ ഒരു അവസരം അവന് കിട്ടിയതും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ തോന്നി. അങ്ങനെ ഇത് ലാസ്റ്റ് ഫൈനൽ ലുക്കാണ്. ഇത് വന്നിട്ട് വേറെ കോമ്പറ്റീഷനൊന്നും അല്ല, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കൂടെ അച്ഛനും അമ്മയും ഹസ്ബൻഡും മോളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആരുടെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് നല്ല തിരക്കായിരുന്നു. പിന്നെ ഇവനെയും കൊണ്ടിങ്ങനെ നടക്കുന്നതിൻ്റെയൊക്കെ തിരക്കിൽ ഒന്നും വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മോൻ്റെ കുറേ ക്ലിപ്സൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ വലിയ ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇത്. ജഡ്ജസിന് ശരിക്കും പറഞ്ഞാൽ വളരെ ടഫ് സ്കെയിലാണ്. സോ ഐ എം ഡിക്ലെയറിംഗ് ഇറ്റ്
Junior Princess Pleanza Fashion Runway 2024. The second runner-up is chess number 12. On the judges panel. Okay, so before I think we can have the main few numbers and we will let others go. We'll disclose. Okay. So Meenakshi, please. So chess number 12 receives the second runner-up. A huge round of applause for our അങ്ങനെ നമ്മുടെ പ്രോഗ്രാം എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇത് അവസാനത്തെ ഒരു സെലിബ്രേഷനാണ് കാണുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.